മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തൻ ചാനൽ ചർച്ചകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ട. പാർട്ടിക്ക് വേണ്ടി മറുപടി പറയാൻ മറ്റാരെക്കാളും മുന്നിൽ നിന്ന ബുദ്ധിജീവി റെജി ലൂക്കോസ് ഇന്ന് കാവിക്കൊടിയേന്തി BJP പാളയത്തിലാണ്. സഖാക്കളെ ഞെട്ടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തറയിളക്കുന്ന ഈ മാറ്റത്തിന് പിന്നിലെ ആ മാസ്റ്റർ പ്ലാൻ എന്താണ്? ഇത് വെറുമൊരു പാർട്ടി മാറ്റമാണോ അതോ പിണറായിസത്തിന്റെ തകർച്ചയുടെ തുടക്കമോ? കേരളം ഇതുവരെ കാണാത്ത രാഷ്ട്രീയ ചാണക്യതന്ത്രങ്ങളുടെ ചുരുളഴിയുന്നു. വിഷയത്തിലേക്ക് പോകാം. റെജി ലൂക്കോസ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനല്ല. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. അമേരിക്കയിൽ 6 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മാധ്യമ വിദഗ്ധനാണ്. എല്ലാറ്റിലും ഉപരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശനമുള്ള ചുരുക്കം ചില്ലരൊരാൾ. കൈരളി TVയിലും ദേശാഭിമാനിയിലും അദ്ദേഹം തീർത്ത പ്രതിരോധങ്ങൾ CPMന് വലിയൊരു കവചമായിരുന്നു. എന്നാൽ ഇന്ന് ആ കവചം BJPക്ക് വേണ്ടി ആയുധമായി മാറിയിരിക്കുകയാണ്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ റെജി അംഗത്വം എടുത്തപ്പോൾ CPM കോട്ടയം ജില്ലാ കമ്മിറ്റി ഒരൊറ്റ വാക്കിൽ അത് തള്ളിപ്പറഞ്ഞു. അയാൾ ഞങ്ങളുടെ ആളല്ല എന്ന്. പക്ഷേ കേരളം ചോദിക്കുന്നു, ഇത്രയും കാലം പാർട്ടിയെ വെള്ളപൂശാൻ ചാനലുകളിൽ ഇരുത്തിയപ്പോൾ ഇദ്ദേഹം ആരായിരുന്നു? ഉപയോഗം കഴിയുമ്പോൾ തള്ളിപ്പറയുന്ന പഴയ CPM തന്ത്രം റെജി ലൂക്കോസിന്റെ കാര്യത്തിലും നടക്കുമോ? മാറ്റത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തുകൊണ്ടാണ്? റെജി ലൂക്കോസ് ഇത്തരമൊരു തീരുമാനമെടുത്തത് ഇതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അതിന് പ്രധാനം മുനമ്പം വഖഫ് ഭൂമി പ്രശ്നമാണ്. പാവപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടി CPM മൗനം പാലിച്ചു. എന്നാൽ റെജി ലൂക്കോസ് ഇതിനെതിരെ ആഞ്ഞടിച്ചു. വഖഫ് നിയമം കിരാതമാണെന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. സാധാരണ ഒരു ഇടത് സഹയാത്രികൻ ഒരിക്കലും പറയാത്ത വാക്കുകൾ. മറ്റൊന്ന്, കേരളത്തിന്റെ വികസന മുരടിപ്പാണ്. കേരളം ഒരു വൃദ്ധസദനമായി മാറുന്നു എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഓരോ മലയാളി യുവാവിന്റെയും ഉള്ളിലെ കനലാണ്. നോക്കുകൂലിയും അഴിമതിയും കാരണം സംരംഭകർ നാടുവിടുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മോദി ഭരണത്തിന്റെ കീഴിൽ കൈവരിച്ച വികസന വിപ്ലവം നേരിട്ട് കണ്ട റെജി ലൂക്കോസിന് കേരളത്തിലെ ഈ ഫ്ലെക്സ് ബോർഡ് വികസനം മടുത്തിരിക്കുന്നു എന്നതാണ് സത്യം. ക്രിസ്ത്യൻ വോട്ടുകളും BJPയുടെ തന്ത്രവും. റെജി ലൂക്കോസിന്റെ BJP പ്രവേശനം വെറും ഒരു വ്യക്തിയുടെ മാറ്റമല്ല, മറിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ളൊരു വലിയ പാലമാണ്. വഖഫ് വിഷയത്തിലും മുനമ്പത്തും അദ്ദേഹം എടുത്ത നിലപാടുകൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. BJP ലക്ഷ്യമിടുന്നത് ഇതാണ്: ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ CPMന്റെയും കോൺഗ്രസിന്റെയും അടിത്തറയിളക്കുക. ജനുവരി 11 ഇന്ത്യയുടെ രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷാ കേരളത്തിലെത്തുന്നുണ്ട്. റെജി ലൂക്കോസിനെ പോലെയുള്ള ബുദ്ധിജീവികളെ മുൻനിർത്തി BJP തയ്യാറാക്കിയ വലിയൊരു തിരക്കഥയുടെ തുടക്കം മാത്രമാണിത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ ഇടതുപക്ഷത്തു നിന്നും പടിയിറങ്ങുമെന്ന സൂചനകൾ ശക്തമാണ്. പിണറായി വിജയന്റെ ഏകാധിപത്യ രീതികളും മാസപ്പടി വിവാദവും കുടുംബ ഭരണവും കണ്ട് മനം മടുത്തവർ ഇത് വികസനത്തിന്റെ പാത തിരയുകയാണ്. ശബരിമലയിലെ വിശ്വാസികളെ ദ്രോഹിച്ചതു മുതൽ ജനങ്ങളെ വഞ്ചിച്ചതും വിശ്വാസികളെ വഞ്ചിച്ചതുമെല്ലാം ഇന്ന് കേരളത്തിന് മുന്നിൽ ഒരു പ്രതിമ കണക്കി നിൽക്കുകയാണ്, യാതൊരു ഉത്തരവുമില്ലാതെ.